അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളടങ്ങിയ പാവയ്ക്ക വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് അധികം മുറ്റില്ലാത്ത പാവയ്ക്ക നോക്കി എടുക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റും കയ്പും കുറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 250 ഗ്രാം പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യരുത്, ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ആ കുരുവെല്ലാം എടുത്ത് മാറ്റാം. ഞാനിപ്പോ കുരുവൊന്നും എടുത്ത് മാറ്റുന്നില്ല. പാവയ്ക്ക എന്ന് പറയുമ്പോൾ കയ്പല്ലേ, അപ്പൊ പാവയ്ക്കയുടെ ആ കയ്പ് രസമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മോര് ഇതാ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത പാവയ്ക്ക മുഴുവനും ഇട്ട് കൊടുക്കാം. ഈ പാവയ്ക്കയുടെ കയ്പ് രസമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ഈ മോരും വെള്ളത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മോരും വെള്ളത്തിലിട്ട് പാവയ്ക്കയുടെ കയ്പ് മാറാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടാക്കി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം ചെറുതായിട്ടൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുകെല്ലാം ഇതാ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ കൂടി പോരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളകെങ്കിലും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളക്. ഇത് എരിവുള്ള മുളകാണ്. എരിവില്ലാത്ത കാശ്മീരി മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4-5 ഒക്കെ എടുക്കുക. ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ ചേർത്ത് കൊടുക്കണേ. ചുക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയാകും. നമ്മൾ കറിവേപ്പില പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു വരണം. ഇതെല്ലാം നല്ലോണം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മുഴുവനും അങ്ങിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വലിയ വെളുത്തുള്ളി അല്ലികളല്ല, ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണ്. ഇപ്പോൾ മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതിയാവും. സവാളയൊക്കെ വയന്ന് ഒരു ഗോൾഡൻ നിറാവണം. അതുവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം വയന്ന് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കണ്ട, ലൈറ്റ് ഗോൾഡൻ നിറം ആയാൽ മതി. സവാളയൊക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല പൗഡർ മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മോര് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന പാവയ്ക്കാണ്.
അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോരും വെള്ളത്തിൽ നിന്നും എടുത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. പാവയ്ക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാവയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാവയ്ക്കെല്ലാം ഒന്ന് വെന്ത് വരണം. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് വെന്ത് വരണം. ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. നല്ലൊരു മണമാണ് ഇതിന്. വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് വെന്തിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഒരു 90% ഇതാ വെന്തിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണമെന്ന് നിർബന്ധമില്ല. ശർക്കര പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി മല്ലിയില ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണയിലിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ കയ്പ്പ് രസം പൂർണ്ണമായിട്ട് മാറുള്ളൂ. നമ്മളെടുക്കുന്ന സമയത്ത് ഒരുപാട് മുറ്റിയ പാവയ്ക്ക് എടുക്കരുത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല മണമാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും പാവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്